ഹായ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് പണ്ടാരക്കണ്ടി എന്ന് പറയുന്ന കോഴിക്കോടിൻ്റെ സ്വന്തം മാങ്ങയാണ്. കോഴിക്കോടിൻ്റെ ചില ഭാഗങ്ങളിൽ കണ്ടുവരുന്ന ഒരു നാടൻ വെറൈറ്റിയാണിത്. നാടൻ വെറൈറ്റി എന്ന് പറയുമ്പോൾ കുറച്ച് സൈസിലും ടേസ്റ്റിലും ഒക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു മാങ്ങയാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ നമുക്കൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. റിവ്യൂ ചെയ്യാം. നമ്മൾ കഴിക്കാത്ത ഒരു വെറൈറ്റിയാണ്. കാഴ്ചയിലും അത്യാവശ്യം സൈസും ഇതൊക്കെ വരുന്ന മാങ്ങയാണ്. നമ്മളിത് വിളവെടുപ്പിന് പോയിട്ടുണ്ടായിരുന്നു അല്ലേ? യെസ്. ഏകദേശം അര കിലോ ഒക്കെ തൂക്കം വരുന്ന മാങ്ങകളാണ്. ഇതിപ്പോൾ മാങ്ങയാണ്. ഒരു 300 ഗ്രാമിന് മേലെ കാണും. ചെറിയ ഒരു ബംഗനപ്പള്ളിയുമായിട്ടൊക്കെ എവിടെയൊക്കെയോ സാദൃശ്യമുണ്ടോ? ഏതൊക്കെ ഒരു മാങ്ങയായിട്ട് ഉണ്ട്. ഷേപ്പിൽ ഷേപ്പിലൊരു അല്ലേ സാദൃശ്യം കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് എത്ര ഉണ്ടെന്ന് നോക്കിയാലോ? ഈ മാങ്ങയുടെ നോക്കാം. 325, 320 അല്ലേ? 363. അപ്പോൾ ഒരു 3 മാങ്ങ 4 മാങ്ങയൊക്കെ 1 കിലോ ആവറേജ് ആവുന്ന, പക്ഷെ എന്നാൽ ചില ചില മാങ്ങകൾ മാങ്ങകൾ അര കിലോ വരെ 1/2 കിലോ വരുന്നുണ്ട്. വില വരുന്ന ഒരു 250 അബോവ് ആയാൽ തന്നെ ഒരു അല്ലേ യെസ്. നല്ലൊരു സൈസ് ആയല്ലോ. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മാങ്ങയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒരു നാട്ടുമാങ്ങയാണല്ലോ. അപ്പോൾ ഇതൊരു പോളിഎംബ്രിയോണിക് ആയിട്ടുള്ള പോളിയംബ്രോണിക്കാണ്, തീർച്ചയായും പോളിയംബ്രോണിക്. സീഡിട്ട് അതുകൊണ്ടാണ് കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം മാങ്ങ കിട്ടും. സെയിം മാങ്ങ കിട്ടും. സെയിം മാങ്ങ വരുന്ന മാതൃഗുണം കാണിക്കുന്ന ഒരു മാവിൻ്റെ വിഭാഗത്തിൽപ്പെട്ടതാണ് പണ്ടാരക്കണ്ടി. ഇത് കോഴിക്കോടാണ് ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയപ്പെടുന്നു അല്ലേ? ഉം. പണ്ടാരക്കണ്ടി എന്ന ഒരു ഫാമിലിയിലോ പണ്ടാരക്കണ്ടി എന്നും പഞ്ചാരക്കണ്ടി എന്നും അറിയപ്പെടുന്നുണ്ടല്ലോ ഇത് പഞ്ചാരക്കണ്ണിന്ന് ചിലർ പറയുന്നുണ്ട്. പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇതിൻ്റെ സ്മെല്ല്? സിന്ധൂര ഒരു സ്വാമിയുണ്ട്. കളറ് നല്ല ഓറഞ്ചിഷ് കളറാണ് പഴുത്ത് വരുമ്പോൾ. എവിടെയോ ഒരു ചെറിയൊരു സിന്ദൂരം ടച്ച് സ്മെൽ ചെയ്യുന്നുണ്ട് അല്ലേ? ചെറിയൊരു സിന്ദൂരത്തിൻ്റെ ഒരു സ്മെല്ല്. എവിടെയോ ഒന്ന് കിട്ടുന്നുണ്ട്. ഏ പിന്നെ വേറെ എന്താണ് ഈ മാങ്ങയെക്കുറിച്ച് നമുക്കുള്ള ഒരു അറിവ്? എന്താണ്? വളരെ കുറച്ച് മരങ്ങളെ ഇന്ന് കോഴിക്കോട് അവശേഷിക്കുന്നുള്ളൂ. ഒരുവിധം എല്ലാം വെട്ടിപ്പോയിട്ടുണ്ട്. അതെ, ഉം. അപ്പോൾ കോഴിക്കോട് ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ചേലൻ ആൻഡ് ഒളോറാണ്. ഒളോർ കോഴിക്കോടിൻ്റെ ഫേമസ് മാങ്ങയാണ്. ഫേമസ് മാങ്ങകളാണ്. അവരുടെ ഇടയിൽ അത്ര പ്രശസ്തി ആർജിക്കാത്ത, എന്തുകൊണ്ടോ പ്രശസ്തി ആർജിക്കാത്ത ഒരു മാങ്ങയാണ്. പക്ഷേ നല്ലൊരു മാങ്ങയായിട്ടാണ് അറിയപ്പെടുന്നത്. തൂക്കം കൊണ്ടും മറ്റു ഗുണങ്ങൾ കൊണ്ടും നമുക്ക് അതിന് നല്ലൊരു മാർക്ക് കൊടുക്കാം. പ്ലസ് പുഴുക്കേട് കാണുന്നില്ല എന്നാണ് പൊതുവേ പറയുന്നത്. അത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഇത് നമ്മൾ വിളവെടുപ്പിന് പോയപ്പോൾ അത്യാവശ്യം കായ്ച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ അല്ലേ? പക്ഷെ പുഴുക്കേടില്ല തീരെ. പക്ഷേ പുഴുക്കേടില്ല എന്നാണ് പറയപ്പെടുന്നത്. 2-3 മാങ്ങ നമ്മൾ മുന്നേ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊന്നും പുഴു കണ്ടില്ല. പിന്നെ അങ്ങനെയാണ്, പുഴുയില്ല എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷെ പ കണ്ണിക്ക് കേടുവരുന്നൊരു പ്രശ്നം ആ കാണിക്കുന്നുണ്ട്. കാണിക്കുന്നുണ്ട്. അത് ഞെട്ടിൽ ഒരു കേടുവരുന്ന ചില മാങ്ങകൾക്ക്. പക്ഷെ അത് അത്ര സിവിയർ അല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നമുക്കിത് കട്ട് ചെയ്തിട്ടുണ്ട്. കഴിച്ചു നോക്കാം. ഒരു മൈൽഡ് ഫ്ലേവറാണ്. കുറച്ചൊരു വെള്ളച്ചവും കാണുന്നുണ്ട്. മധുരം ഒരു TSS വന്നിട്ട് 18 താഴേക്കേ ഉണ്ടാവുള്ളൂ. കാണുന്നതല്ലേ? ചാൻസ്. പക്ഷെ നമ്മുടെ നാട്ടുമാങ്ങയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഫ്ലേവർ. വേറെ തന്നെ ഫ്ലേവറാണ്. അതാണ് ഈ പണ്ടാരക്കണ്ടിക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൊതുവേ നമ്മൾ നമ്മൾ നാട്ടുമാങ്ങയ്ക്ക് ഒരു നമ്മുടെ കോമാങ്ങയുടെ ഒരു ബേസ് ബേസ് ഉണ്ട്, കോമൺ ടേസ്റ്റ് ഉണ്ട്. കോമൺ ടേസ്റ്റ്. ആ ഒരു ഒളോറ്, കോമാങ്ങ, പക്ഷേ ഇത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അതായിരിക്കും ഒരു പക്ഷേ പണ്ടാരക്കണ്ടി ഫേമസ് ആവാനുള്ള കാരണം. നമ്മുടെ നാട്ടുമാങ്ങയിൽ ചെറുതായിട്ട് നാലുണ്ട്. 4 ഉണ്ട്. ഓക്കെ, TSS ഒന്ന് നോക്കിയാലോ? ടേസ്റ്റ് ഒന്ന് നോക്കാം. പന്ത്രണ്ട് 12.9 വളരെ കുറവ്. വളരെ കുറവാണ്. പക്ഷെ നമ്മൾ അന്ന് ഒരു മാങ്ങ ചെത്തി നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല TSS കിട്ടിയിരുന്നു. ഒരു മാങ്ങയും കൂടെ നമുക്ക് TSS നോക്കിയാലോ? നോക്കാം. നോക്കാമല്ലോ. പതിനഞ്ച് 15.6 ഉണ്ടാവുള്ളൂ. നമുക്ക് അത്രയേ ഉള്ളൂ. നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. എന്തായാലും പക്ഷെ ഒരു മാങ്ങ കടയിൽ നിന്ന് കാർബൈഡ് പഴിപ്പിച്ചെടുത്തത് നമുക്ക് 20ൻ്റെ അടുത്ത് കിട്ടിയിരുന്നു. നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കഴിച്ച 1-2 മാങ്ങയും ഏകദേശം ഇതേ TSSനായിരുന്നു. അത്യാവശ്യം വിളഞ്ഞ മാങ്ങയാണ് നമ്മൾ എടുത്തത്. എങ്കിലും തെറ്റില്ലാത്ത ഒരു നാട്ടുമാങ്ങയായിട്ട് പറയാം അല്ലേ? അപ്പോൾ പണ്ടാരക്കണ്ടിയുടെ പോസിറ്റീവ് എന്താണ് നാട്ടുമാങ്ങയിൽ വെച്ച് നോക്കുമ്പോൾ? എന്താ പറയുക? ഇതൊന്നും കഴിക്കട്ടെ. ആശാൻ ഇരുന്ന് കഴിക്കാട്ടോ ഗൈസ്.
നല്ല നാരുണ്ട് അല്ലേ? അത്യാവശ്യം നാരുണ്ട്. നമുക്ക് ജ്യൂസ് അടിക്കാൻ ബെസ്റ്റാണ്. ബെസ്റ്റാണ്. ജ്യൂസ് അടിച്ചാൽ നല്ല രസമുണ്ടാവും ഇത്. ഉം. ഇനി മാങ്ങ. അതെ. അപ്പോൾ ഇതിൻ്റെ അണ്ടിയുടെ വെയിറ്റ് നോക്കാം. അണ്ടിയുടെ വെയിറ്റ് നോക്കാം. അണ്ടിയൊക്കെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടാവണം. 52 ഗ്രാം ഉണ്ട്. 52 ഗ്രാം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 20% ആയി അല്ലേ? യെസ്. അപ്പോൾ അണ്ടി കുറച്ച് വലിയ അണ്ടിയാണ് വലിയ ഇതിൽ അണ്ടിയാണ്. വരുന്നത്. അപ്പോൾ പണ്ടാരക്കണ്ടിയുടെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ മറ്റ് നാട്ടുമാങ്ങ പൊളോറോ ചേലൻ്റെയോ അല്ലെങ്കിൽ കോമാങ്ങയുടെയോ കോട്ടുകോണത്തിൻ്റെയോ ഒക്കെ ബേസാണ് കൂടുതലും നാട്ടുമാങ്ങക്ക് വരുന്നത്. ഇത് അതൊന്നും ഒരു വ്യത്യസ്തമായ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലേക്കാണ് ടേസ്റ്റിലേക്കാണ് വരുന്നത്. പക്ഷേ കോഴിക്കോട് ജില്ലയിലെ വളരെ പഴക്കം ചെന്ന മാവുകളിലൊന്നാണ് പണ്ടാരക്കണ്ടി എന്ന് പറയപ്പെടുന്നത്. അതെ. അപ്പം എങ്ങനെ ഒരു വേരിയൻ്റ് ഉണ്ടായെന്ന് അറിയില്ലത്. എന്തായാലും ഇതിന് ഇത് അത്ര പോപ്പുലർ അല്ല. ഇപ്പോൾ ഈ മാങ്ങ അത്ര പോപ്പുലർ അല്ല. അത് മാങ്ങാ പ്രേമികളുടെ ഇടയിൽ മാത്രമേ ഇത് അത്ര ഫേമസ് ആയിട്ട് വരുന്ന ഒരു മാങ്ങയാണ്. അപ്പോൾ പണ്ടാരക്കണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതാണ്. സ്ഥലമുള്ളവർക്ക് വെക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ മാങ്ങകളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ മല്ലിക, മൽഗോവ അതിനൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റും. മാങ്ങകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മധുരമൊക്കെ വളരെ കുറവാണ്. TSS 15 ഉള്ളൂ. പിന്നെ ഫ്ലേവറും ഒരു മൈൽഡ് ഫ്ലേവർ. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, നമുക്കൊരു നല്ലൊരു പീസ് ഉണ്ട്. അപ്പം നാട്ടുമാങ്ങയിൽ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് എന്താ പറയുക, ടേബിൾ ഫ്രൂട്ട് ആയിട്ട് വെക്കാം. അപ്പോൾ പീസ് ഉടയുന്നുണ്ട്. കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ. പീസ് ഉടഞ്ഞു പോകുന്നുണ്ട്. നമ്മുടെ ഈ ഇതിന്റെ പിന്നെ മല്ലികയുടെ ഒന്നും മാതിരി നമുക്ക് അങ്ങനെ ചിലതൊക്കെ ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചില മാങ്ങകൾ ഇപ്പം മാക്സിമം ഒരു 18 വരെ TSS ഒക്കെ എത്തിയേക്കാം. ചിലത് ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് പണ്ടാരക്കണ്ടി. സ്ഥലമുള്ളവർക്ക് വെക്കാം. ഈ മാങ്ങയോട് ഇഷ്ടമുള്ളവർക്ക് വെക്കാം. കാരണം ഇതൊക്കെ ഒരു പ്രാദേശികമായിട്ടുള്ള മാങ്ങകളാണല്ലോ. അപ്പോൾ അതിനുമായിട്ട് ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ അത്തരം പേർക്ക് വെക്കാം. അല്ലാതെ ചാടിക്കയറി നിർബന്ധമായിട്ട് വെക്കേണ്ട ഒരു മാങ്ങയാന്ന് ഒരിക്കലും പറയുന്നില്ല. ഇങ്ങനെയൊരു പ്രശ്നം പണ്ടാരക്കണ്ടിയിൽ കാണുന്നുണ്ട് കോമൺ ആയിട്ട്. മൂട്ടിൽ. അതെ, എനിക്കൊന്ന് ഒരു മാങ്ങ കിട്ടി ഇതേ പ്രശ്നങ്ങൾ കേടായി പോകുന്നുണ്ട്.